കോഴിക്കോടും കണ്ണൂരും മാത്രമല്ല സംസ്ഥാനത്തിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഒട്ടുമിക്ക ജില്ലകളിലും കനത്ത മഴയും ശക്തമായ കാറ്റുമുണ്ട്. ഇതിലൊക്കെയും വ്യാപകമായ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികൻ മരിച്ചു. കോഴിക്കോട്, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് അപകടങ്ങളുണ്ടായി. തലനാരിഴയ്ക്കാണ് താമസക്കാർ രക്ഷപ്പെട്ടത്. പലയിടങ്ങളിലും റോഡിലേക്ക് മരം വീണ് ഗതാഗതവും തടസ്സപ്പെട്ടു. കണ്ണൂർ കണ്ണവത്ത് ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ചെമ്പുക്കാവ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. പാലക്കോട് അഴിമുഖത്ത് മത്സ്യബന്ധനത്തിന് പോയ ചെറുതോണി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിനെ കാണാതായി. തോണിയിൽ കൂടെയുണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിൽ മങ്ങാട്ടുപറമ്പിലെ KIP ക്യാമ്പിൽ നാശനഷ്ടമുണ്ടായി. ഉളിക്കൽ വയത്തൂരിൽ ഇന്നലെ രാത്രി വീശിയ കനത്ത കാറ്റിൽ 10ഓളം വൈദ്യുതി തൂണുകൾ തകർന്നു. കോഴിക്കോട് കൊടിയത്തൂരിൽ തോട്ടുമുക്കം സ്വദേശി കൃഷ്ണന്റെ വീട് മരം വീണ് തകർന്നു. കുന്നത്തുകണ്ടി സ്വദേശി റഷീദിന്റെ വീടിന് മുകളിൽ തേക്കുമരവും തെങ്ങും വീണ് ഭാഗികമായി തകർന്നു. പറശ്ശേരി ശിഹാബിന്റെ വീടിന്റെ മുകളിൽ തെങ്ങ് വീണു. നാദാപുരം മേഖലയിലും കനത്ത നാശനഷ്ടമുണ്ടായി. പന വീണ് താമരശ്ശേരി കാരാടി സ്വദേശി മുഹമ്മദ് ഹനീഫയുടെ പറമ്പിൽ നിർത്തിയിട്ട പിക്കപ്പ് വാൻ തകർന്നു. താമരശ്ശേരി, കല്ലാച്ചി, കൂടരഞ്ഞി, മാവൂർ മേഖലയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശമുണ്ടായി. ചാലിയാർ ഇരുവഴിഞ്ഞിപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ പാലക്കാട് തച്ചമ്പാറയിൽ കൊച്ചുകൃഷ്ണന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സരോജിനി, അർച്ചന എന്നിവരെ തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെന്മാറ വിത്തനശ്ശേരി ലക്ഷം വീട് ഉന്നതിയിൽ ഒറ്റമുറി വീടിന്റെ മേൽക്കൂര പറന്നുപോയി. വീട് നിലംപൊത്തി. താമസക്കാരായ രാമസ്വാമിയെയും മുരുകമ്മയെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മംഗലം ഡാം ചിറ്റടിയിൽ റോഡിന് കുറുകെ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ആളിയാർ ഡാമിന്റെ 11 ഷട്ടറുകളും 12 സെന്റിമീറ്റർ വീതം ഉയർത്തിയതോടെ പറളി ഓടന്നൂർ കോസ്വേ പാലത്തിൽ വെള്ളം കയറി. ചിറ്റൂർ പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. ശക്തമായ കാറ്റിൽ കോട്ടയം മണ്ണൂർ പള്ളിക്കടുത്ത് ജിജോ ജോസഫിന്റെ വീട് തകർന്നു. വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കല്ലിടിക്കൽ ജോമോന്റെ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പത്തനംതിട്ട പന്തളം പൂഴിക്കാട് UP സ്കൂൾ മുറ്റത്തെ മരം പുലർച്ചെ കടപുഴകി വീണു. മതിലും വൈദ്യുതി ലൈനും തകർത്ത് റോഡിലേക്കാണ് മരം വീണത്. പത്തനംതിട്ട പ്രമാടത്ത് വീടിന്റെ മുകളിലേക്ക് തേക്ക് മരം വീണുണ്ടായ അപകടത്തിൽ നിന്നും 60കാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അതിശക്തമായ കാറ്റിൽ തൃശൂർ ജില്ലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കോട്ടപ്പുറം കണ്ണപ്പറമേലിതിൽ പരമേശ്വരന്റെ വീട് തകർന്നു. പുലർച്ചെയുണ്ടായ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് പരമേശ്വരൻ രക്ഷപ്പെട്ടത്. അതിരപ്പള്ളി മലക്കപ്പാറയിൽ തോട്ടുപുര വ്യൂ പോയിന്റിന് സമീപം വൻ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.